ഹായ് ഫ്രണ്ട്സ്, ഞാൻ ജമീല, കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റ്. കുറേ ദിവസമായിട്ട് വീഡിയോ എടുക്കാനും അത് അപ്ലോഡ് ചെയ്യാനൊന്നും പറ്റിയിട്ടില്ല. നിങ്ങൾ തംബ്നെയിലിൽ കണ്ടതുപോലെ തന്നെ ഒന്ന് വീണു, കൈയിന്റെ ഷോൾഡർ ബോൾ പൊട്ടിപ്പോയി, എന്നിട്ട് സർജറി ഒക്കെ കഴിഞ്ഞു. ഇപ്പോൾ അതിന്റെ ഒരു റെസ്റ്റിംഗ് പീരീഡിലാണ്. ഇതാ കൈക്ക് സ്ലിംഗ് ഒക്കെ ഇട്ട് അങ്ങനെ ഇരിക്കുകയാണ്. അപ്പം അതിനിടയിൽ വീഡിയോ എടുക്കണമെന്ന് വിചാരിച്ചെങ്കിലും എനിക്ക് പറ്റിയിട്ടില്ല. അപ്പൊ കുറെ ദിവസമായിട്ട് വീഡിയോ എടുക്കണം, എൻ്റെ ഈ ഒരു എക്സ്പീരിയൻസിലൂടെ കടന്നു പോയതിനെ കുറിച്ചുള്ള ഒരു വീഡിയോ എടുക്കണം എന്ന് കരുതി. അപ്പൊ ഇന്ന് അതിനുള്ളൊരു തയ്യാറെടുപ്പൊക്കെ നടത്തി. കഴിഞ്ഞ മൺഡേ ഒരു ഫോളോ അപ്പ് നടന്നു. അതിന്റെ സ്റ്റിച്ചൊക്കെ എടുത്തു. സർജറിയുടെ സ്റ്റിച്ചും കുറച്ച് മുറിവൊക്കെ ഉണ്ടായിരുന്നു. ആ മുറിവിന്റെ സ്റ്റിച്ചൊക്കെ എടുത്തു. സ്റ്റിച്ചൊക്കെ നന്നായി ഉണങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പം ഡോക്ടർ പറഞ്ഞു കുളിച്ച് സ്റ്റിച്ച് എടുത്ത് കുറച്ച് ദിവസം കഴിഞ്ഞതിന് ശേഷം കുളിച്ച് ഒന്ന് ഫ്രഷ് ആയിട്ട് ഇരിക്കുകയാണ്. അപ്പൊ ആണ് എനിക്ക് ഈ ഒരു വീഡിയോ എടുക്കണമെന്ന് തോന്നിയതും വീഡിയോ ഇടുന്നതും. അപ്പം അതിന്റെ മുമ്പേയുള്ള കുറച്ച് ദിവസങ്ങളില് എന്റെ ഹസ്ബൻഡ് ഒന്ന് വീണു. അതായത് ഞാൻ വീഴുന്നതിന്റെ കഴിഞ്ഞ ഓഗസ്റ്റ് 17 ഞാൻ വീണത്. അതിന്റെ ഒരു 21 days ബാക്കിലായിരുന്നു, മുമ്പേ ആയിരുന്നു ഹസ്ബൻഡ് വീണു. കൈത്തണ്ടയുടെ എല്ല് പൊട്ടി സർജറി കഴിഞ്ഞു. അപ്പൊ അദ്ദേഹത്തെ കെയർ ചെയ്തിരിക്കുന്നതിന്റെ ഇടയിലാണ് എനിക്കിത് പറ്റിയത്. ഇതാണ് ഹസ്ബൻഡ് മജീദ് കുർബാന. ഞാൻ വീഴുന്നതിന്റെ 21 ദിവസം മുമ്പാണ് അദ്ദേഹം ഒന്ന് വീണ് കൈത്തണ്ടയുടെ എല്ല് പൊട്ടി സർജറി ഒക്കെ കഴിഞ്ഞു. അദ്ദേഹത്തിനെ കെയർ ചെയ്യുന്നതിന് ഇടയിലാണ് ഞാനും ഒന്ന് വീണത്. അപ്പം എല്ലാവരിലും ഒരു എന്താ പറയാ പല വിധത്തിലുള്ള അഭിപ്രായങ്ങളായിരുന്നു. എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കും, വീടിന് പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കും, സ്ഥലത്തിന് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കും എന്നൊക്കെയുള്ള അഭിപ്രായങ്ങൾ ഉണ്ടായി. അപ്പൊ ഞാൻ ഇന്ന് അതേക്കുറിച്ചുള്ള ഒരു സബ്ജക്റ്റാണ് ഞാൻ സെലക്ട് ചെയ്ത് നിങ്ങളുമായിട്ട് സംസാരിക്കുന്നത്. എനിത്തിങ് ദാറ്റ് ക്യാൻ ഗോ റോങ് വിൽ ഗോ റോങ്. തെറ്റായേക്കാവുന്ന ഒരു കാര്യം തെറ്റായി തന്നെ പോകും. അതായത് നമ്മൾ സംഭവിക്കരുത് എന്ന് കരുതി ചിന്തിക്കുന്ന ഒരു കാര്യം അത് സംഭവിക്കുക തന്നെ ചെയ്യും എന്നാണ് മർഫീസ് ലോ പറയുന്നത്. ഞാന് ഓഗസ്റ്റ് 17 രാവിലെ എഴുന്നേറ്റ് കിച്ചൺ ഭാഗത്ത് വേസ്റ്റ് തട്ടുന്നതിന് വേണ്ടി പോയതാണ്. അപ്പൊ നല്ല മഴ ഉണ്ടായിരുന്നു. അപ്പൊ കാല് സ്ലിപ്പ് ചെയ്യരുത് എന്ന് വിചാരിച്ച്, കാരണം ഹസ്ബൻഡ് വീണു, ഇനി ഞാനും കൂടെ വീഴരുത്, കാല് സ്ലിപ്പ് ചെയ്യരുത് എന്നൊക്കെ വിചാരിച്ചാണ് നടന്നത്. പക്ഷെ ഞാൻ വീണു. അപ്പം കുറെ കഴിഞ്ഞ് ഞാൻ ഹോസ്പിറ്റലിൽ കിടക്കുന്ന സമയത്ത് സർജറി ഒക്കെ കഴിയുമ്പോഴും സർജറിക്ക് പോയി തിയേറ്ററിൽ ഇരിക്കുമ്പോഴൊക്കെ എന്റെ മനസ്സിലൂടെ കടന്നു വന്നത് ഈ മർഫീസ് ലോ ആണ്. കാരണം പലപ്പോഴും എന്റെ ജീവിതത്തില് ഞാൻ കടന്നു പോകുന്ന ചില വഴികളിലൂടെ കടന്നു പോകുമ്പോൾ എനിക്ക് ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അതാണ് ഞാൻ നിങ്ങളുമായിട്ട് ഇപ്പം ഷെയർ ചെയ്യുന്നത്. മർഫീസ് ലോ എന്ന് പറയുന്നത് ഒരു എഞ്ചിനീയറിംഗ് പ്രോവർബാണ്. അമേരിക്കയിലെ എയർസ്പേസ് എഞ്ചിനീയർ ആയിരുന്ന എഡ്വേർഡ് മർഫി ജൂനിയറുടേതാണ് ഈ കോട്ട്. 1949 US എയർസ്പേസിൽ നിന്നാണ് മർഫീസ് ലോ പ്രചരിപ്പിച്ചത്. ഇത് നമ്മുടെ നിത്യജീവിതത്തിൽ സാധാരണയായിട്ട് എല്ലാവർക്കും അനുഭവപ്പെടുന്ന ഒരു കാര്യമാണ്. നമുക്കതിന്റെ എക്സാമ്പിളൊക്കെ ഒന്ന് നോക്കാം. എന്ത് ചെയ്താലും കാര്യങ്ങൾ നമുക്കെതിരെ നടക്കുന്നു എന്ന് തോന്നൽ, എന്ത് നടക്കരുത് എന്ന് ആഗ്രഹിക്കുന്നുവോ അത് സംഭവിക്കുന്നത്, ഇതൊക്കെ മർഫീസ് ലോയുടെ എക്സാമ്പിളാണ്. ട്രെയിനിന് ടിക്കറ്റ് എടുക്കുന്നതിന് വേണ്ടി നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ പോകുന്നു. അവിടെ കൗണ്ടറിന് മുന്നിൽ ഒരുപാട് ക്യൂ ഉണ്ട്. 4 or 5 ക്യൂ കൗണ്ടറിന് മുന്നിലുണ്ട്. അതില് ഏറ്റവും കുറവ് ആളുകളുള്ള കൗണ്ടറിൽ പോയി നമുക്ക് പെട്ടെന്ന് ടിക്കറ്റ് എടുക്കാൻ വേണ്ടി നമ്മൾ അവിടെ കയറി നിൽക്കാണ്. പക്ഷെ മറ്റു ക്യൂവിൽ നിന്നുള്ള ആളുകളെല്ലാം പോയതിന് ശേഷമായിരിക്കും ചിലപ്പോൾ നമ്മുടെ ക്യൂ നീങ്ങുന്നത്. അപ്പൊ അങ്ങനെ കുറച്ച് സമയം ലേറ്റ് ആയിട്ടായിരിക്കും നമുക്ക് ടിക്കറ്റ് കിട്ടുന്നത്. അപ്പൊ അതൊരു എക്സാമ്പിളാണ്. എനിക്ക് പലപ്പോഴും അനുഭവപ്പെട്ടിട്ടുള്ള ഒരു കാര്യമാണത്. കാരണം ഞാൻ കോട്ടയത്തും
തൃശ്ശൂരും എറണാകുളത്തും ഒക്കെ ജോലി ചെയ്യുന്ന സമയത്ത് ഡെയിലി രാവിലെ നേരത്തെ ടിക്കറ്റ് എടുക്കാൻ പോകും. പുലർച്ചെ ടിക്കറ്റ് എടുക്കാൻ പോകുന്ന സമയത്ത് ഇങ്ങനെ എനിക്ക് പലപ്പോഴും സംഭവിച്ചിട്ടുണ്ട്. ചിലപ്പോൾ റിസർവേഷൻ കിട്ടാത്ത സമയത്ത് എനിക്ക് പലപ്പോഴും ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. അതേപോലെ തന്നെ എപ്പോഴും ലേറ്റ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു ട്രെയിന് നമ്മൾ ലേറ്റ് ആവുന്ന സമയത്ത് നേരത്തെ പോയിട്ടുണ്ടാവും. ഇതെനിക്ക് ശരിക്കും അനുഭവപ്പെട്ടിട്ടുള്ള, ഞാൻ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള മറ്റൊരു കാര്യമാണ് ഇത്. കാരണം എല്ലാ ദിവസവും പരശുരാം എക്സ്പ്രസിന് പോകുമ്പോൾ അത് ലേറ്റ് ആയിട്ടായിരിക്കും വരിക. പക്ഷെ എപ്പോഴെങ്കിലും ഒന്ന് ഞാനൊരു 5-10 മിനിറ്റ് ലേറ്റ് ആവുകയാണെങ്കിൽ അത് നേരത്തെ തന്നെ പോയിട്ടുണ്ടാവും. അതായത് അതിന്റെ കൃത്യസമയത്ത് അത് പോയിട്ടുണ്ടായിരിക്കും. മഴ പെയ്യും എന്ന് വിചാരിച്ച് കുടയെടുക്കുകയും എന്നാൽ മഴ പെയ്യാതിരിക്കുകയും ചെയ്യും. എന്നാൽ എപ്പോഴെങ്കിലും നമ്മൾ കുടയെടുക്കാൻ മറന്നു പോയോ, പക്ഷെ അന്ന് മഴ പെയ്യുകയും ചെയ്യും. അത് മർഫീസ് ലോന്റെ ഒരു എക്സാമ്പിളാണ്. അതേപോലെ തന്നെ പരീക്ഷയുടെ കാര്യം എടുക്കുകയാണെങ്കിൽ എക്സാമിന് ഒരുപാട് ചാപ്റ്റേഴ്സ് ഉണ്ടെങ്കിൽ അതിൽ നിന്നെല്ലാം നമ്മൾ ക്വസ്റ്റ്യൻ ആൻസർ പഠിച്ച് നന്നായി പഠിച്ചിട്ടുണ്ടാവും. എന്നാൽ ഏതെങ്കിലും ഒരു ചാപ്റ്റർ 1-2 ചാപ്റ്റർ നമ്മൾ വിട്ടുപോകും. അഥവാ പഠിക്കാൻ സമയമില്ലാത്തതുകൊണ്ടോ മടിയാവുന്നത് കൊണ്ടോ അതല്ലെങ്കിൽ അത് പഠിക്കാൻ വളരെ പ്രയാസമുള്ളത് കൊണ്ടോ ഒക്കെ ആ ചാപ്റ്റർ, ആ ക്വസ്റ്റ്യൻ ആൻസർ ചിലപ്പോൾ നമുക്ക് വിട്ടുപോകും. പക്ഷെ എക്സാമിന് ക്വസ്റ്റ്യൻ കിട്ടിയാൽ പലപ്പോഴും വരുന്നത് അതിൽ നിന്നായിരിക്കും കൂടുതൽ ക്വസ്റ്റ്യൻസ് വരുന്നത്. അപ്പൊ അത് നമ്മളെ വല്ലാതെ നമ്മൾ അതിൽ തന്നെ ഫോക്കസ് ചെയ്യും. അങ്ങനെ നമ്മൾ അതിനെ നെഗറ്റീവായി ചിന്തിക്കുകയും ചെയ്യും. അപ്പൊ അതും മർഫീസ് ലോയുമായിട്ട് ബന്ധപ്പെട്ടൊരു എക്സാമ്പിളാണ്. അപ്പൊ ഇതൊക്കെ പലർക്കും അനുഭവപ്പെട്ടിട്ടുണ്ട്. എന്ത് ചെയ്താലും കാര്യങ്ങൾ നമുക്കെതിരായിട്ടാണ് നടക്കുന്നത് എന്നൊരു തോന്നലുണ്ട്. അപ്പൊ മർഫീസ് ലോ ഡേ ടു ഡേ ലൈഫിൽ ഓരോരുത്തർക്കും സംഭവിക്കുന്നുണ്ട്. അതായത് നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും അത് നമ്മൾ ആഗ്രഹിക്കുന്ന വിധത്തിൽ യാതൊരു കുഴപ്പവും ഇല്ലാതെ നടക്കുമ്പോൾ നമ്മൾ മറ്റൊന്നിനെ കുറിച്ചും ചിന്തിക്കില്ല. നമ്മൾ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളിലേക്കൊന്നും നമ്മുടെ ശ്രദ്ധ പോവില്ല. കാരണം നമ്മുടെ ആഗ്രഹങ്ങളെല്ലാം നമ്മൾ വിചാരിക്കുന്നത് പോലെ തന്നെ കാര്യങ്ങൾ നടക്കുന്നുണ്ടല്ലോ എന്ന് വിചാരിക്കും. എന്നാൽ നമ്മൾ വിചാരിക്കുന്നത് പോലെ എല്ലാ കാര്യങ്ങൾ നടക്കുന്നത് എങ്കിൽ നമ്മൾ അതിനെ നെഗറ്റീവായിട്ട് എടുക്കുകയും അതിന്റെ കാരണങ്ങൾ അന്വേഷിക്കുകയും അതിനെക്കുറിച്ച് നമ്മൾ വ്യാകുലപ്പെടുകയും ഒക്കെ ചെയ്യും. ഇപ്പം രാവിലെ തന്നെ തിരക്കിട്ട് നമ്മൾ എവിടേക്കെങ്കിലും പോകാൻ ഇറങ്ങിയാൽ ചിലപ്പോൾ ബസ് കിട്ടില്ല. പതിവിലും ലേറ്റ് ആയിരിക്കും നമ്മൾ ഓഫീസിലെത്തുകയോ അതല്ലെങ്കിൽ എവിടെയെങ്കിലും പോകേണ്ട സമയത്ത് പോകേണ്ട സ്ഥലത്ത് എത്തുകയോ ചെയ്യുന്നത്. അതല്ലെങ്കിൽ സ്വന്തം വണ്ടിയിൽ പോകുകയാണെങ്കിലും തന്നെ ചിലപ്പോൾ വണ്ടിക്ക് എന്തെങ്കിലും തകരാറ് സംഭവിക്കാം. അതല്ലെങ്കിൽ പെട്ടെന്ന് പെട്രോൾ തീർന്നു പോകുക. അങ്ങനെയുള്ള സംഭവങ്ങളെയൊക്കെ നമ്മൾ നെഗറ്റീവായിട്ട് നമ്മൾ അതിനെ ചിന്തിക്കുകയോ ഒന്നും ശരിയാവില്ല, ഞാൻ എന്ത് ചെയ്താലും അത് നെഗറ്റീവായിട്ടേ കലാശിക്കുന്നുള്ളൂ, ഒന്നും ശരിയാവുന്നില്ല, ഞാൻ ചെയ്യുന്നതൊന്നും ശരിയാവുന്നില്ല എന്ന തോന്നൽ എന്നൊരു ചിന്ത, നെഗറ്റീവായിട്ടുള്ള ചിന്ത നമ്മുടെ മനസ്സിലേക്ക് ഉടലെടുക്കും. ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മുടെ ഒരു തിങ്കിങ് പാറ്റേണിന്റെ ഭാഗമാണ്. അതായത് നമ്മൾ നെഗറ്റീവായിട്ട് ഒരു കാര്യങ്ങൾ നടക്കുമ്പോൾ അതിനെക്കുറിച്ച് നെഗറ്റീവായിട്ട് ചിന്തിക്കും. ഇതിനൊരു കോഗ്നിറ്റീവ് ബയാസ് എന്നാണ് ഇതിനെ പറയുന്നത്. പലതരത്തിലുള്ള കോഗ്നിറ്റീവ് ബയാസും ഉണ്ട്. മർഫീസ് ലോനെ ചിലപ്പോൾ നമുക്കൊരു കോപ്പിംഗ് സ്ട്രാറ്റജിയാക്കി മാറ്റാം. കാരണം ജീവിതത്തിൽ എന്തും സംഭവിക്കാം, അതിന് നമ്മൾ മുൻകൂട്ടി തയ്യാറെടുക്കണം. അതിനുള്ള ഒരു റെസീലിയൻസ് നമുക്കുണ്ടാക്കിയെടുക്കാൻ മർഫീസ് ലോയിലൂടെ നമുക്ക് സാധിക്കും. കാരണം നമുക്ക് എന്തെങ്കിലും ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകാം, പ്രശ്നങ്ങൾ നേരിടാം. പക്ഷെ അതിനായി നമ്മൾ മുൻകൂട്ടി പ്രിപ്പയർ ചെയ്യണം, മുൻകൂട്ടി തയ്യാറെടുക്കണം. അതിനുള്ള റെസീലിയൻസ് നമുക്കുണ്ടാക്കിയെടുക്കണം. അപ്പൊ മർഫീസ് ലോ എന്ന് പറയുന്നത് ഒരു ശാസ്ത്രീയമായിട്ടുള്ള ഒരു നിയമമൊന്നുമല്ല. പക്ഷെ നമ്മുടെ നിത്യജീവിതത്തിൽ ഡേ ടു ഡേ ലൈഫില് പ്രായോഗികമായിട്ട് സംഭവിക്കുന്ന കാര്യങ്ങളാണ് മർഫീസ് ലോ. പക്ഷെ അതുകൊണ്ട് തന്നെ നമുക്കിതിനെ വരാൻ പോകുന്ന സംഭവങ്ങളെ കുറിച്ച് എന്തെങ്കിലും നമുക്ക് നെഗറ്റീവായിട്ട് തോന്നുകയാണെങ്കിൽ അതിനെ നമുക്ക് തയ്യാറെടുപ്പുകൾ നടത്താൻ പറ്റും. ജീവിതത്തിൽ നടക്കുന്ന പല കാര്യങ്ങളും നമ്മൾ കമ്പയർ ചെയ്തുകൊണ്ട് പ്രപഞ്ചം തന്നെ, ഈ യൂണിവേഴ്സ് തന്നെ നമുക്കെതിരാണ് എന്ന തോന്നലില് നമ്മുടെ ചിന്താഗതിയെ നമ്മൾ കമ്പയർ ചെയ്തിട്ട് കൊണ്ടുപോകും. അപ്പോൾ നമുക്ക് പ്രപഞ്ചം നമുക്കെതിരാണ്, ഞാൻ എന്ത് ചെയ്താലും ശരിയാവില്ല, എല്ലാം റോങ് ആണ് എന്നുള്ള ചിന്ത നമ്മുടെ മനസ്സിലേക്ക് വരും. നമ്മുടെ കൈക്കോ കാലിനോ ഒക്കെ എന്തെങ്കിലും അപകടങ്ങൾ ഉണ്ടായാൽ
നമുക്ക് സ്വന്തമായിട്ടൊന്നും ചെയ്യാൻ പറ്റില്ല. അതാണ് ഏറ്റവും വിഷമമുള്ള ഒരു കാര്യമല്ലേ. നമുക്ക് ഡ്രസ്സ് മാറാനോ ടോയ്ലറ്റിൽ പോകാനോ ഭക്ഷണം കഴിക്കാനോ ഒന്നും സ്വന്തമായിട്ടൊന്നും കഴിയില്ല. അതിനൊക്കെ ഒരാളുടെ സഹായം ഒക്കെ നമുക്ക് ആവശ്യമാണ്. അപ്പം ഡ്രസ്സ് ഇടാണെങ്കിൽ ഇപ്പം എനിക്ക് കൈക്ക് പറ്റിയത് കൊണ്ട് തന്നെ എൻ്റെ ഡ്രസ്സ് 2-3 ഡ്രസ്സൊക്കെ ഞാൻ എൻ്റെ സിസ്റ്റർ മോളൊക്കെ എനിക്ക് സ്റ്റിച്ചൊക്കെ അഴിച്ചു തന്നിട്ടാണ് ഞാൻ ഈ കൈയൊക്കെ ഇടുന്നത്. അല്ലാതെ കൈയൊന്നും ഇടാൻ എനിക്ക് പറ്റില്ല. ഹോസ്പിറ്റലിൽ പോകുമ്പോഴും വീട്ടിൽ നിന്ന് ഇടാനും ഒക്കെ ഡ്രസ്സ് ഇടാനും ഡ്രസ്സ് അഴിക്കാനും ഒക്കെ നല്ല ബുദ്ധിമുട്ടായിരിക്കും. അതേപോലെ ടോയ്ലറ്റിൽ പോകണമെങ്കിലും കുളിക്കണമെങ്കിലും ഒക്കെ ബുദ്ധിമുട്ടായിരിക്കും. ഹസ്ബൻഡിനും പറ്റി, കുറച്ച് കഴിഞ്ഞ് എനിക്കും കൂടെ പറ്റിയപ്പോൾ ഞാൻ ആകെ കൂടെ വല്ലാത്തൊരു അവസ്ഥയിലേക്ക് പോയി. ഒരു പ്രശ്നം സംഭവിക്കാൻ സാധ്യതയുണ്ടെങ്കിൽ നമ്മൾ അതിന് മുൻകൂട്ടി തയ്യാറാവണം എന്നൊരു മുന്നറിയിപ്പാണ് മർഫീസ് ലോ. നിങ്ങൾക്ക് മർഫീസ് ലോയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും എക്സ്പീരിയൻസ് ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടോ? എങ്കിലൊന്ന് കമന്റ് ചെയ്തേക്കണേ. വീഡിയോ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്. ടേക്ക് കെയർ.